Doors closing. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൃശ്യം കാണാൻ പോവാണ്, ദൃശ്യം 3. സോ ദൃശ്യം 1-ൻ്റെയും 2-ൻ്റെയും ഫാനായ ഞാൻ ഇപ്പോൾ ദൃശ്യം 3 കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ എൻ്റെ അമ്മേനെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ 3:30ക്കായിരുന്നു പടം ഉണ്ടായത്, ബുർജുമാനിൽ വെച്ചിട്ടാണ് പടം ഉണ്ടായത്. സോ അതിന് മുന്നേ ഇച്ചിരി വയറൊക്കെ ഫില്ല് ചെയ്ത് പോയി കാണാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ പഞ്ചാബി ധാബയിൽ കയറിയിട്ട് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തു. സോ ഫുഡൊക്കെ കഴിച്ച് 3:30ക്ക് പടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താവും ഇപ്രാവശ്യം, എന്ത് ട്വിസ്റ്റ് ആയിരിക്കും നമ്മൾക്ക് കാണാൻ പറ്റുക എന്നുള്ള രീതിയിൽ. ഗൈസ്, അങ്ങനെ ദൃശ്യം നമ്മൾ കണ്ടിറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു അമ്മ? ഗൈസ്, അങ്ങനെ ദൃശ്യം നമ്മൾ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അമ്മ? ഇഷ്ടപ്പെട്ട? അടിപൊളി. അമ്മക്ക് ഇറ്റ് വാസ് അടിപൊളി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ലാസ്റ്റൊക്കെ ആയപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും എനിക്കെന്തോ അങ്ങോട്ടൊരു വൈബ് തോന്നിയിട്ടില്ല. പക്ഷെ മോഹൻലാലിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ. സോ എനിക്കങ്ങനെ വലിയ റിവ്യൂ പറയാനൊന്നും അറിയത്തില്ല. എന്നാലും ഓക്കെ, അത്രേ ഉള്ളൂ. ഗൈസ്, ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. അതായത് പടം വാസ് ഗുഡ്. ഓക്കെ, ഒബ്വിയസ്ലി ഇറ്റ്സ് ദൃശ്യം. സോ ആ ദൃശ്യത്തിന്റെ ഒരു വാവ് ഫാക്ടർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു എൻഡിങ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഇച്ചിരി കൂടെ ഒരു ട്വിസ്റ്റ് ഒക്കെ പ്രതീക്ഷിച്ചൊരു എൻഡിങ് ആയിരിക്കും. പക്ഷെ എനിക്കങ്ങനെ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഞാൻ പറഞ്ഞല്ലേ, ഒരു വൈബ് അങ്ങോട്ട് തോന്നിയില്ല. അതാണ് എനിക്ക് എന്തോ ഒരു പ്രശ്നം പോലെ തോന്നി. പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത പോലെ തോന്നി. എൻഡിങ് കുറച്ചും കൂടെ നല്ലതാക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു വാവ് ഫാക്ടർ എനിക്ക് എൻഡിങ്ങിൽ കിട്ടിയിട്ടില്ല കേട്ടോ, എൻ്റെ അഭിപ്രായമാണ്. ബട്ട് ഓൾ ടുഗെദർ ദ മൂവി വാസ് ഓക്കെ. ദ മൂവി വാസ് ഗുഡ്. നല്ലതായിരുന്നു. ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ എൻട്രി, സിനിമാറ്റോഗ്രാഫി ഒക്കെ എനിക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഫസ്റ്റത്തെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് ആയപ്പോഴാണ് ഞാനിങ്ങനെ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നത്. അത്രേ ഉള്ളൂ. പക്ഷേ ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ടു ഗോ ആൻഡ് വാച്ച്. സോ യാ. അപ്പോൾ നമ്മൾ ബുർജുമാനിലാണ് സിനിമ കാണാൻ വന്നത്. ആൻഡ് ഹിയർ നമുക്ക് കുറേ പേരിങ്ങനെ എഴുതിയിട്ടിട്ടൊക്കെ കാണാം. കണ്ടോ? ഇറ്റ്സ് ആക്ച്വലി ക്യൂട്ട്. ഒരു വലിയ ട്രീ പോലത്തെ സംഭവമാണ്. ഇറ്റ്സ് ഇൻ ബുർജുമാൻ മോൾ. അപ്പം നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഇപ്പോൾ വന്നത്. നമ്മൾ ശരവണ ഭവനിലാണ് വന്നത്. ഈ മോളിൽ ഇവിടെ ഈ ഫുഡ് കോർട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു എസ്തറ്റിക്സ്. ഭയങ്കര അടിപൊളിയാണ്. ശരവണ ഭവൻ ഗൈസ്. പിന്നെ ഒരു ചായ പറഞ്ഞു ഗൈസ്. നല്ല ചായയാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ നല്ല ചൂട്. ഇത് കുടിക്കണം ഗൈസ്. ചായക്ക് നല്ല ചൂട്, അതുകൊണ്ട് ഇതിലൊഴിച്ചിട്ടാണ് കുടിക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. നല്ല ചായ കേട്ടോ. നമ്മളൊരു പാനിപ്പൂരി കഴിക്കാൻ വന്നു ഗൈസ്. വിശന്നു, അപ്പോൾ ഒന്നും കൂടെ പാനിപ്പൂരി കഴിക്കാൻ വന്നു. അങ്ങനെ സിനിമ ഒക്കെ കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് എനിക്ക് വഴിയിൽ നിന്ന് എൻ്റെ അച്ഛനെ കിട്ടി. അച്ഛൻ ഓഫീസും കഴിഞ്ഞ് വരുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ. പടം പെട്ടെന്ന് തീർന്ന പോലെ തോന്നി.